ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ്റെ കള്ളിംഗ് ഗെയിം ആർക്കിൻ്റെ എപ്പിസോഡ് 10 ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഹിഗുറാമനെയാണ് കാണിക്കുന്നത്. യൂജി ഹിഗുറാമനോട് പറയുന്നുണ്ട്, ഹിഗുറാമ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ കള്ളിംഗ് ഗെയിം സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഹിഗുറാമയ്ക്ക് ഒരു റൂൾ ആഡ് ചെയ്യാൻ പറ്റും. ആ റൂള് വഴി ഈ കള്ളിംഗ് ഗെയിം സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് യൂജി പറയുന്നത്. നിങ്ങൾ എനിക്കൊരു 100 പോയിന്റ് തന്നാൽ മാത്രം മതി, അപ്പോൾ തന്നെ ഈ കള്ളിംഗ് ഗെയിം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടതും ഹിഗുറാമ നോ പറയുന്നുണ്ട്. ഹിഗുറാമ പറയുന്നുണ്ട്, എനിക്ക് ഈ കള്ളിംഗ് ഗെയിം നിർത്താൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഈ വേൾഡ് എന്ന് പറയുന്നത് ഒരു ആളുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു ലോ മാത്രമാണ് ഈ വേൾഡിലുള്ളത്. പക്ഷേ ഈ കള്ളിംഗ് ഗെയിമിൽ അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി ആളുകളെ ശിക്ഷിക്കാൻ പറ്റും. അതുവഴി ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കൊല്ലാൻ പറ്റുമെന്ന് ഹിഗുറാമ തന്നെ യൂജിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന യൂജി ഇവനൊരു വഴിക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫുൾ പവർ എടുത്തിട്ട് ഹിഗുറാമനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹിഗുറാമ അവൻ്റെ ബാറ്റപ്പ് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ്റെ പുറകിൽ ഒരു ഷിനിഗാമി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹിഗുറാമ പറയുന്നുണ്ട്, ഡൊമൈൻ എക്സ്പാൻഷൻ ഓൺ ആകുന്നുണ്ട്. ഈ ഹിഗുറാമേൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു കോർട്ട് പോലെയാണ്. അങ്ങനെ യൂജി ഹിഗുറാമയും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. ഇവിടെ ഹിഗുറാമ എന്ന് പറയുന്നത് ഒരു ഡിഫെൻഡിങ് ലോയറും ഈ ഷിനിഗാമി എന്ന് പറയുന്നത് ഒരു ജഡ്ജിയാണ്. യൂജിയാണ് ഇവിടുത്തെ വിക്ടിം. യൂജി ആണെങ്കിൽ ഹിഗുറാമനെ മാക്സിമം അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരടി പോലും ഹിഗുറാമയ്ക്ക് കൊല്ലുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഈ ഷിനിഗാമില്ലേ, ഈ ജഡ്ജി ആയിട്ടുള്ള ആള്, അയാൾ ഈ യൂജിക്കെതിരെ ഒരു കേസ് പോലെ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹിഗുറാമ ഒരു ഫയൽ എടുത്തിട്ട് യൂജിനെ കാണിക്കുന്നുണ്ട്. ഇത് നോക്ക്, നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കേസ് ഫയലാണ് ഇത്. അപ്പോൾ തന്നെ യൂജി ചോദിക്കുന്നുണ്ട്, ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹിഗുറാമ പറയുന്നുണ്ട്, ഞാൻ ഒന്നെങ്കിൽ സൈലൻസ് ആയി നിൽക്കും, അല്ലെങ്കിൽ ഞാൻ ഈ കേസിന് വേണ്ടി പോകും, അല്ലെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന യൂജി, ഞാൻ തെറ്റുകാരനല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കോടതി എന്ത് ചെയ്യുകയാണ്, ഈ ഹിഗുറാമൻ്റെ കയ്യിലുള്ള ഈ ഫയലില്ലേ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കോടതി ഈ ഹിഗുറാമൻ്റെ കയ്യിലുള്ള ആ ഫയൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്താണ് അതിൽ മനസ്സിലാകുന്നത് യൂജി ഇട്ടിട്ടോറി തെറ്റുകാരനാണെന്ന്. അപ്പോൾ തന്നെ യൂജി പറയുന്നുണ്ട്, ഇല്ല, ഐ ആം ഇന്നസെൻ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കോടതി ഇത് കേൾക്കാൻ വിധിയെന്നില്ല. കോടതി അപ്പം തന്നെ യൂജിക്കുള്ള ശിക്ഷ വിധിക്കുന്നുണ്ട്. പക്ഷേ ഈ ശിക്ഷ ഇതൊക്കെ വിധിച്ചു കഴിഞ്ഞിട്ടും യൂജിക്കൊന്നും സംഭവിക്കുന്നില്ല. അവൻ്റെ ബോഡിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അങ്ങനെ യൂജി ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ യൂജി നോക്കി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഹിഗുറാമ അയാളുടെ കൈമിലുള്ള ഒരു ഹാമറില്ലേ, ഈ കോടതിയിൽ ജഡ്ജിമാർ വിധി വിധിക്കുന്ന ഒരു ഹാമറില്ലേ, ആ ഹാമർ ഉപയോഗിച്ചിട്ട് യൂജിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യൂജിക്കാണെങ്കിൽ അവൻ്റെ കേസിന് എനർജി യൂസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ യൂജിയും ഹിഗുറാമയും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് ആ കോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ആവുകയാണ്. പെട്ടെന്ന് തന്നെ ഹിഗുറാമ യൂജിനോട് പറയുന്നുണ്ട്, യൂജി, നിനക്ക് നിൻ്റെ പവറിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ വിധി എന്ന് പറയുന്നത് അവരുടെ കേസ് എനർജി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ്. പക്ഷേ ഹിഗുറാമ എത്ര അറ്റാക്ക് ചെയ്തിട്ടും യൂജിക്ക് ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. അപ്പോൾ തന്നെ ഹിഗുറാമ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ, ഞാൻ ഇത്രയും അറ്റാക്ക് ചെയ്തിട്ട് ഒരു കേസ് എനർജി ഇല്ലാത്ത ഒരാൾ അയാളുടെ ഫിസിക്കൽ എനർജി മാത്രം യൂസ് ചെയ്തിട്ട് എൻ്റെ പവറിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഹിഗുറാമ അവൻ്റെ അൾട്ടിമേറ്റ് പവർ തന്നെ പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അറ്റാക്ക് യൂജിക്ക് താങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. യൂജി അടി കൊണ്ടാടെ വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ യൂജി ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, എല്ലാ ഡൊമൈൻ എക്സ്പാൻഷനും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും, അതെന്താണെന്ന് ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവനൊരു കാര്യം പറയുന്നുണ്ട്, എനിക്കൊരു റീട്രയൽ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഹിഗുറാമ അതിന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ കോർട്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഷിബുയ ഇൻസിഡൻറ്റിൽ യൂജി ഇറ്ററ്റോറി കുറ്റക്കാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ യൂജി പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ കുറ്റക്കാരനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ കോടതി ഇവന് ഡെത്ത് പെനാൽറ്റി വിധിക്കുന്നുണ്ട്. ഡെത്ത് പെനാൽറ്റി വിധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിഗുറാമ അവൻ്റെ അൾട്ടിമേറ്റ് വെപ്പൺ തന്നെ പുറത്തെടുക്കും. അതായത് അവൻ്റെ കൈമുള്ള ഹാമറില്ലേ, അതൊരു അൾട്ടിമേറ്റ് സോഡായിട്ട് തന്നെ മാറും. ആ സോഡ് യൂസ് ചെയ്തിട്ട് ആരെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ സ്പോട്ടിൽ തന്നെ മരിക്കും. അങ്ങനെ യൂജിയും ഹിഗുറാമയും തമ്മിലുള്ള ഈ ഫൈറ്റ് കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.